Hi Carrots and welcome back to my channel. Carrots SSCGD 2025-26 തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി SSCGD എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 23 മുതലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ആണ് 2025-26 വേക്കൻസി വന്ന് 25,000 പ്ലസ് ആണ്. എത്ര കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്, പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. പെർ സീറ്റ് കോമ്പറ്റീഷൻ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഫുൾ കാണുക, അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ 2018 മുതലുള്ള എല്ലാ പെർ സീറ്റ് കോമ്പറ്റീഷൻ അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബേസിക് അവയർനെസ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് SSCGDയെ കുറിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരളസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് 2018 മുതൽ എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്ത്, അതുപോലെ തന്നെ വേക്കൻസി എന്തായിരുന്നു എന്നതിനെ കുറിച്ചാണ്. എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നുകൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. 2018-19 അപ്ഡേറ്റ് പറഞ്ഞാൽ ടോട്ടൽ വേക്കൻസി 60,000 ആയിരുന്നു. 2021 അപ്ഡേറ്റ് പറഞ്ഞാൽ 25,000 വേക്കൻസി ആയിരുന്നു. പിന്നെ 2022 അപ്ഡേറ്റ് 50,000 വേക്കൻസി. പിന്നെ 2022 മുതലാണ് കുട്ടികളെ വേക്കൻസി റിവൈസ് ആവാൻ തുടങ്ങിയത്. പിന്നെ 2023 46,000, 2024 53,000, 2025 25,000. 2024 കുട്ടികൾ ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 2025 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2025 പെർ സീറ്റ് കോമ്പറ്റീഷൻ എത്രയാണ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ മുൻ വർഷങ്ങളിലെയും അപ്ഡേറ്റഡ് ആയിട്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, ഈ കാണുന്നത് 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോഴുള്ള അപ്ഡേറ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫുൾ അപ്ഡേറ്റഡ് പോയിന്റുകളാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. 2018 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വേക്കൻസി വന്ന് 60,000 പ്ലസ് ആയിരുന്നു. നോക്കൂ കുട്ടികളെ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, 2018 ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നത്. അപ്പോൾ ഫോം ഫില്ലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോം ഫില്ലിംഗ് നല്ലപോലെ നടന്നിട്ടുണ്ടായിരുന്നു. 52 lakhs കേഡറ്റ്സ് ആയിരുന്നു ഫോം ഫില്ലിംഗ് ചെയ്യുന്നത് 2018. ടോട്ടൽ വേക്കൻസി വന്നിരുന്നത് 60,000 പ്ലസ് ആണ്. 2018 ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നത്. ആ വേക്കൻസി അത്രയും വന്നതുകൊണ്ട് അത്രയും കുട്ടികളും ഫോം ഫില്ലിംഗ് ചെയ്തിരുന്നു 2018. അപ്പോൾ പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 86 ആയിരുന്നു പെർ സീറ്റ് കോമ്പറ്റീഷൻ. 2021 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 ഇത്രയും വേക്കൻസി വന്നപ്പോൾ 2021 അത്രയും വേക്കൻസി വന്ന അടിസ്ഥാനത്തിൽ ഒത്തിരി കുട്ടികൾ അങ്ങ് ഫോം ഫില്ല് ചെയ്തു. പക്ഷേ വേക്കൻസി എത്രയായിരുന്നു? 25,000 ആയിരുന്നു. അപ്പോൾ പെർ സീറ്റ് കോമ്പറ്റീഷൻ ഇവിടെ എത്രയായി? 283 ആയി. അതായത് 2018 പെർ സീറ്റ് കോമ്പറ്റീഷൻ 86 ആയിരുന്നെങ്കിൽ 2021 ആയപ്പോൾ ഇതിൻ്റെ 3 ഇരട്ടിയേക്കാൾ കൂടുതലായിരുന്നു പെർ സീറ്റ് കോമ്പറ്റീഷൻ വന്നത്. ഫോം ഫില്ലിംഗ് നടന്നതോ 71 lakhs ആയിരുന്നു. 2022 കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് സിസ്റ്റം കുറച്ച് ചേഞ്ച് ആയാണ് ഉണ്ടായത്. അതായത് 2022, 23, 24 അപ്ഡേറ്റ് എടുത്താൽ ഈ എല്ലാ വർഷങ്ങളിലും വേക്കൻസി റിവൈസ് ആയിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, 2022 ആയപ്പോൾ ഇവിടെ വേക്കൻസി കുറഞ്ഞതുകൊണ്ട്, അതായത് 2021 വേക്കൻസി വളരെ കുറവായിരുന്നു, വേക്കൻസി ഇൻക്രീസ് ആയതുമില്ല. വേക്കൻസി ഇവിടെ കുറഞ്ഞതുകൊണ്ട് 2022 എന്തോ കുറഞ്ഞ് ഫോം ഫില്ലിങ്ങും കുറഞ്ഞു. അപ്പോൾ ഫോം ഫില്ലിങ്ങിൻ്റെ പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 107 ആയി. ഇനി 2023 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2022 54,000 ആയപ്പോൾ വേക്കൻസി എന്തായിരുന്നു? അവിടെ വേക്കൻസി റിവൈസ് ആയി 50,000 ആയി. അപ്പോൾ 2023 ആയപ്പോൾ പിന്നെയും എല്ലാ കുട്ടികളും വിചാരിച്ചു എന്തായാലും ഈ തവണയും വേക്കൻസി റിവൈസ് ആവും എന്നും പറഞ്ഞ് ഒത്തിരി കുട്ടികൾ ഫോം ഫില്ല് ചെയ്തു. അങ്ങനെ ഫോം ഫില്ലിങ്ങിൻ്റെ കൗണ്ട് എടുത്തപ്പോൾ 2023 ടോട്ടൽ വേക്കൻസി 46,000 ആയിരുന്നു. ഫോം ഫില്ല് ചെയ്ത് 47 lakh കേഡറ്റ് ആയിരുന്നു. പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ 101 ആയിരുന്നു. നെക്സ്റ്റ് ആണ് 2024 അപ്ഡേറ്റ്. 2024 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വേക്കൻസി 53,000 ആയിരുന്നു. ഇവിടെയും വേക്കൻസി റിവൈസ് ആയിട്ടുണ്ടായിരുന്നു. ഇനീഷ്യൽ എത്ര വേക്കൻസിയാണ് വന്നു, അതിനുശേഷം പിന്നെയും വേക്കൻസി നല്ലപോലെ ഇൻക്രീസ് ആയി. പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 98 ആണ്. എത്രയായിരുന്നു ഫോം ഫില്ല് ചെയ്ത്? 52 lakh കേഡറ്റ് ആയിരുന്നു 2024 ഫോം ഫില്ല് ചെയ്തത്. കുട്ടികൾ, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഞാനിപ്പോൾ ഈ പറഞ്ഞ അപ്ഡേറ്റ് എല്ലാം ഫോം ഫില്ല് എത്ര കുട്ടികളാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ്. ആക്ച്വൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഫോം ഫില്ലിംഗ് അനുസരിച്ചിട്ടല്ല. ഫോം ഫില്ലിങ്ങിന് ശേഷമാണ് പിന്നെ ഗെയിം മാറുന്നത്. അതായത് എക്സാം എത്ര കുട്ടികളാണോ അറ്റൻഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് പിന്നെ ഫുൾ ഗെയിം ചേഞ്ച് ആവുന്നത്. ഇവിടുത്തെ അപ്ഡേറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 2024 അപ്ഡേറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ RT അപ്ഡേറ്റ് ഒക്കെ ആൾറെഡി ഞാൻ ഇതിൻ്റെ ഷെയർ ചെയ്തതാണ്. ഈ 2024 52 lakh കേഡറ്റ്സ് ആയിരുന്നു ഫോം ഫില്ല് ചെയ്ത്. വേക്കൻസി 53,000 ആയിരുന്നു. പക്ഷേ ഫൈനൽ അപ്ഡേറ്റ് വന്നപ്പോൾ എത്ര കുട്ടികളാണോ എക്സാം എഴുതിയത് അതിൻ്റെ അപ്ഡേറ്റ് എടുത്തപ്പോൾ ഈ ഫോം ഫില്ലിംഗ് നിന്നും ഓൺലി 50% കുട്ടികൾ മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. എത്രയാണ്? 50% കുട്ടികൾ മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ 50% കുട്ടികൾ മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ പെർ സീറ്റ് കോമ്പറ്റീഷൻ പിന്നെയും കുറയുകയാണ്. എത്രയായി? 49 ആയി. എത്രയായി? 49 ആയി. പെർ സീറ്റ് കോമ്പറ്റീഷൻ എത്രയായി? 49 കേഡറ്റ്സിനിടയിൽ ഒരു സീറ്റിനിടയിലുള്ള കോമ്പറ്റീഷൻ ആയി.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ 2024 അതായത് ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ കുട്ടികളുടെ പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ 49 ആണ്. പിന്നെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാൻ കുട്ടികളെ, 2025-26 ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ജോലി നേടിയെങ്കിൽ നേടി. അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിസർവേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് പെർ സീറ്റ് കോമ്പറ്റീഷൻ വരുന്നത്? ഇതിൻ്റെ ചിലപ്പോൾ 4 അല്ലെങ്കിൽ 5 ഇരട്ടി ആയിരിക്കും അടുത്ത വർഷം മുതൽ കോമ്പറ്റീഷൻ ലെവൽ വരാൻ പോകുന്നത്. മുൻ വർഷങ്ങൾ ആൾറെഡി നിങ്ങൾ കണ്ടല്ലോ, 86, 283, 107, 101. പിന്നെ ഇപ്പോൾ വരാൻ പോകുന്ന കോമ്പറ്റീഷൻ ഈ തവണ എന്തായാലും പെർ സീറ്റ് കോമ്പറ്റീഷൻ കുറവായിരിക്കും. പക്ഷേ അടുത്ത വർഷം മുതൽ എന്തായാലും കൂടുതലായിരിക്കും വരാൻ പോകുന്നത്. BSF തന്നെ അഗ്നിവീർ യോജന വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 10% റിസർവേഷൻ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ മാസമാണെങ്കിൽ അവർ 50% റിസർവേഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ BSFന്റെ ഇപ്പോൾ 20,000 വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 10,000 വേക്കൻസി ആർക്ക് പോകും? അഗ്നിവീറിനങ്ങ് പോകും. മനസ്സിലായി? പിന്നെയും ഉണ്ട്, പിന്നെ 3% ഐ തിങ്ക് എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും എക്സ് സർവീസ്മാൻ്റെ ഒരു 3% കൂടി കിടപ്പുണ്ട്. അതുകൂടി പോകുമ്പോൾ അവിടെ നിങ്ങളുടെ 63% ഔട്ട് ആവുകയാണ്. ബാക്കി 37% മാത്രമാണ് നിങ്ങളുടെ വരുന്നത്. മനസ്സിലായി? ഇനി നമുക്ക് 2025 നോക്കാം. 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എത്രയാണ്? 25,000 ആണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. 25,000 വേക്കൻസി അപ്ഡേറ്റ് നമ്മളിവിടെ നോക്കുമ്പോൾ, അതായത് ഈ ഒരു വേക്കൻസി അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇനി ഫോം ഫില്ല് ചെയ്ത് എത്ര പേരാണെന്ന് ഞാൻ പറയാം. ഓൺലി 49 lakh കേഡറ്റ് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അറൗണ്ട്ലി 49 lakh കേഡറ്റ്സ് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ 192 ആണ് വരുന്നത്. അതായത് 192 പേർക്കിടയിൽ ഒരു സീറ്റിൻ്റെ കോമ്പറ്റീഷനാണ് വരുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇവിടെ വേക്കൻസി എന്ന് പറയുന്നത് 25,000+ ആണ്. പക്ഷേ ഇതല്ല റിയലായിട്ട് ഇനി വേക്കൻസി വരാൻ പോകുന്നത്. വേക്കൻസി എന്തായാലും നിങ്ങളുടെ കൂടുന്നതായിരിക്കും. ഈ വേക്കൻസിയുടെ 2 ഇരട്ടി വേക്കൻസി ആയിരിക്കും വരാൻ പോകുന്നത്. 50,000 വേക്കൻസി എന്തായാലും ആവുന്നതായിരിക്കും. 50,000+ ആണ് ഞാൻ പറയുന്നത്. അതിൻ്റെ റീസണും അതിൻ്റെ ആൾറെഡി ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസും എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. ഇവിടെ എന്തായാലും നിങ്ങളുടേത് 50,000+ വേക്കൻസി ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇത് നോക്കുന്നില്ല, നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ പോകാം. അതായത് നോട്ടിഫിക്കേഷനിൽ വന്ന ആ ഒരു റിയൽ അപ്ഡേറ്റിൽ തന്നെ പോകാം. ഇവിടെ പെർ സീറ്റ് കോമ്പറ്റീഷൻ എത്രയാവുന്നു? 192 ആവുന്നു. ഇത് ഓൺലി ഫോം ഫില്ലിങ്ങിൻ്റെ അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എക്സാം ടൈം ആകുമ്പോൾ 50% കാൻഡിഡേറ്റ്സ് മാത്രം, ഇത്രയും റേഷ്യോ മാത്രമേ എക്സാം എഴുതാനായിട്ട് വരാറുള്ളൂ. അപ്പോൾ ഇവിടെ പെർ സീറ്റ് കോമ്പറ്റീഷൻ എത്രയാവുന്നു? പെർ സീറ്റ് കോമ്പറ്റീഷൻ വരുന്നത് 96 ആവും. പിന്നെ പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് നോക്കാം, വേക്കൻസി ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ പെർ സീറ്റ് കോമ്പറ്റീഷൻ എത്രയായി മാറും? പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്തായാലും നിങ്ങളുടെ 48 ആയിരിക്കും വരാൻ പോകുന്നത്. എത്രയാണ്? 48 ആയിരിക്കും പെർ സീറ്റ് കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. ഏറ്റവും ലോവസ്റ്റ് പെർ സീറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും വരാൻ പോകുന്നത് 2025-26 അപ്ഡേറ്റിൽ. വേക്കൻസി ഇൻക്രീസ് ആയാൽ അതെന്തായാലും ഇൻക്രീസ് ആവുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. 2018 മുതലുള്ള അപ്ഡേറ്റ് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഫോം ഫില്ലിങ്ങിൻ്റെ ആ ഒരു സമയത്ത് പെർ സീറ്റ് കോമ്പറ്റീഷനാണ്. അതിനുശേഷം 50% റേഷ്യോ വെച്ച് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ലെവൽ കുറയുന്നുണ്ട്. മനസ്സിലായ കുട്ടികൾ? കാരണം SSCGD എക്സാം എന്ന് പറയുന്നത് ഓൺലി SSCGDക്ക് തയ്യാറെടുക്കുന്ന കേഡറ്റ്സ് മാത്രമല്ല എഴുതുന്നത്. ഇവിടെ ആർമിക്ക് തയ്യാറെടുക്കുന്നവർ എഴുതും, നേവി, എയർഫോഴ്സ്, ICG, RPF, SSC, MDS, SSC CGL, CHSL ഇതേപോലെയുള്ള ഒത്തിരി എക്സാം എഴുതുന്ന കേഡറ്റ്സ് ഈ ഒരു എക്സാം എഴുതാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒത്തിരി കുട്ടികൾ എന്താണ് സ്കിപ്പും ചെയ്യാറുണ്ട്. ആർമിയിൽ, നേവി, എയർഫോഴ്സിലൊക്കെ ജോലി കിട്ടിയതിനു ശേഷം പിന്നെ ഫോം ഫില്ല് ചെയ്തിടും, അതിനുശേഷം എക്സാം എഴുതാൻ പോകത്തില്ല. അതേ രീതിയിൽ ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം വളരെ കുറവായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് കുട്ടികളെ 2025-26 നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2022-23 നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച് ഫിസിക്കൽ ചെയ്തു, മെഡിക്കൽ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ട്രെയിനിങ്ങിന് പോയ കുട്ടികളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതേപോലെ 2023-24 അപ്ഡേറ്റ്സ് കാണാം. ഇത്രയും കുട്ടികൾ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയി ഇപ്പം യൂണിറ്റിൽ പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. 2024-25 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് കുട്ടികളെ? ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്ന, ക്ലാസ്സിനോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, മെഡിക്കൽ അവയർനെസ് ഉണ്ട്, DV ഹെൽപ്പ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതേ രീതിയിൽ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം ഗോൾ നേടിയെടുക്കണം എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സിന് ടോട്ടൽ ഫീസ് 2,500 രൂപയാണ്. വെറും 2,500 രൂപ ഫീസിലാണ് നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ബാക്കി എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, വീക്ക്ലി 7 days ക്ലാസ്സുകളുണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട്, 150+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. SSCGD എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും ചെയ്യുന്നത് നമ്മളാണ്. കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതേ രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നത്. ചാൻസ് മിസ് ചെയ്യില്ല കുട്ടികളെ, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. വളരെ കുറഞ്ഞ ഫീസാണ്. ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷവും, അതായത് പാരാമിലിറ്ററി സെലക്ഷൻ കിട്ടിയതിന് ശേഷവും നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിൽ
താല്പര്യമുണ്ടെങ്കിലും അതുപോലെ ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ 2 നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലിയർ. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറെ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.